പ്രണയമുണ്ടോ? ഉണ്ട്. ഉണ്ട്. എത്ര പേരുമായിട്ട്? അയ്യോ, ഒരാളേ ഉള്ളൂ. ഒരാളേ ഉള്ളൂ. നിർഭാഗ്യവശാൽ ഒരാളേ ഉള്ളൂ. ഒരു ഒറ്റയാളേ ഉള്ളൂ. എന്ത് ചെയ്യുന്നു? കാമുകനാണോ? ആ, ജോലി ചെയ്യുന്നു. എവിടെ? ഡൽഹിയിലാ. ഇത്രയും ദൂരെയോ? ഓ ഇല്ല, ഇവിടെ അടുത്തെങ്ങും ആരെയും കിട്ടിയില്ലേ? ഇല്ല, നമ്മൾ ഒരുമിച്ച് പഠിച്ചതാ. ഇപ്പം ഒരുമിച്ച് പഠിച്ച. അപ്പം നിങ്ങൾ സെയിം ഏജ് ആണ്? അതെ. ആ ശരി. അദ്ദേഹം ജോലി ചെയ്യുന്നു. അതെ. അപ്പം കിട്ടുമെന്ന് ഉറപ്പിച്ചോ? ഇല്ല, അതിപ്പോ കെട്ടണമെന്ന് ഉറപ്പില്ലല്ലോ. പ്രേമിക്കാൻ പറ്റുന്നിടത്തോളം പ്രേമിക്കാം. കല്യാണം കഴിക്കുന്ന ഒരു പ്രായമാവുമ്പോ അപ്പൊ ഒരു വിരഹ ദുഃഖമില്ലേ? കാരണം എന്നാത്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഡൽഹിയിലും ഇദ്ദേഹം ഇവിടെയല്ലേ, എറണാകുളത്തും ഇല്ലേ? അല്ല, ഇപ്പം കേരളത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ ഒരു ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിലെ വർക്ക് അറ്റ് ഹോം ആണ്. ഓ, വർക്ക് അറ്റ് ഹോം. അപ്പൊ എറണാകുളത്തുണ്ട്. അതെ. അപ്പൊ എന്നും കാണും? ഇടയ്ക്കൊക്കെ. ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു 5 പ്രാവശ്യം. 5 പ്രാവശ്യം കാണും. എവിടാണ് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് പ്ലേസ്? എവിടെ പോയിരുന്ന് കാപ്പ് കുടിക്കാനൊക്കെ ഇഷ്ടമുള്ള സ്ഥലം? പനമ്പള്ളി നഗറായിരിക്കും. ഇല്ല, പനമ്പള്ളി അങ്ങനെ പോയി ചില്ലിയാറില്ല. നമ്മളങ്ങനെ ഇന്ന സ്ഥലമൊന്നും ഇല്ല. എങ്ങോട്ടേലൊക്കെ പോയി എവിടെയൊക്കെ പോയി ആഹാരമൊക്കെ കഴിക്കും. അതെ അതെ. അപ്പൊ അദ്ദേഹം തന്നെ പൈസ കൊടുക്കും? ഇല്ല, ഞാനായിരിക്കും കാശ് കൊടുക്കാൻ. അയ്യേ, അതെന്താ അങ്ങനെ? അല്ല, പുള്ളി ഇങ്ങനെ സമ്പാദിച്ചു വരുന്നേ ഉള്ളൂ. സമ്പാദിച്ചു വന്നോട്ടെ, എന്നാലും ഞാൻ സമ്പാദിച്ചു തുടങ്ങിയല്ലോ. ഓക്കെ, മനസ്സിലായി. ഏകദേശം മനസ്സിലായി വരുന്നുണ്ട്. കാരണം ഒന്നും എന്താണ് പറയുന്നത്, അനാർക്കലി അങ്ങോട്ട് വിട്ടു പറയുന്നില്ല. ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒതുക്കി 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 കൊണ്ടുപോകണ്ട. അമ്മ വന്നാലേ ശരിയാവും. നിങ്ങൾ വഴക്കുണ്ടാക്കാറില്ലേ? പിന്നെ ഉറപ്പായിട്ടും വഴക്കുണ്ടാക്കാത്ത. എന്തിനാണ് വഴക്കുണ്ടാകാറുള്ളത്? എന്ത് ചെറിയ കാര്യമാണോ വലിയ കാര്യമാണോ? ചെറിയ കാര്യങ്ങൾ, അങ്ങനെ വലിയ കാര്യങ്ങൾ. ഈ ഇടയ്ക്ക് വഴക്കുണ്ടായ ഒരു ചെറിയ കാര്യം അങ്ങനെ എന്താ പറയാനാണെങ്കിൽ പ്രത്യേകിച്ചായിട്ടൊന്നുമില്ല. നമ്മളിങ്ങനെ വേറെ ചെറുക്കന്മാരെയൊക്കെ നോക്കുമ്പോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും. വേറെ ചെറുക്കന്മാരെ വായി നോക്കുമ്പോ. ഓ, വായി നോക്കിയാണല്ലേ? ഇനി വായി നോക്കിയല്ല, പിന്നെ ഇപ്പൊ പറഞ്ഞല്ലോ. അങ്ങനെയല്ല, നമ്മളിങ്ങനെ വേറൊരാളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ. നമ്മളിപ്പോ സപ്പോസ് ഞാനിങ്ങനെ അനാർക്കലി, ഇത് അനാർക്കലിയുടെ കാമുകൻ, ഒരു ജസ്റ്റ്. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത പടത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവിടെ കൂടെ ഒരു നല്ലൊരു പയ്യൻ പോകും. അപ്പോൾ അനാർക്കലി നോക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഹലോ ഇവിടെ. അങ്ങനെയാണോ? അങ്ങനെയല്ല, അതിപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ എനിക്കറിയത്തില്ല. അല്ല, ഇങ്ങനെ പറയണോ? എന്നാലല്ലേ. അല്ല, നമ്മളിങ്ങനെ അവരായിട്ട് നമ്മുടെ ഏതെങ്കിലും ഗൈ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഒന്ന് കമ്പനിയൊക്കെ ആവുമ്പോൾ കുറച്ച് പൊസസീവ്നെസ് ഒക്കെ വരുമെന്നുള്ളൂ. അത് എന്താണ് ഇപ്പം നമ്മളൊരു അത് വായി നോക്കി ആയതുകൊണ്ടല്ല. വെറുതെ ഇരിക്കുമ്പോ ഞാൻ കണ്ണി കണ്ട ആമ്പിള്ളേരെ ഒന്നും വായി നോക്കാറില്ല. പെമ്പിള്ളേര് കണ്ണി കണ്ട ആമ്പിള്ളേരെ ഒന്നും വായി നോക്കാറില്ല. പിന്നെ എന്നുവെച്ചാൽ നമ്മുടെ ദുൽഖർ സൽമാനെ പോലൊരാണാണ് വരുന്നെങ്കിലോ? അയ്യോ, അത് അപ്പൊ നോക്കണ്ട വരും. അപ്പൊ പുള്ളിയെ കളഞ്ഞിട്ട് പോവും? ഇല്ല. അല്ല, സപ്പോസ് ദുൽഖർ സൽമാനെ പോലെ ഒരു അതേ രൂപത്തിലുള്ള ഒരു പയ്യൻ വന്നിട്ട് പുള്ളിയുടെ പേര് ദുൽഖു എന്ന് വെച്ചു, ചുമ്മാ പറയണേ, വന്നിട്ട് പറയണ എനിക്ക് അനാർക്കലി ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഈ പയ്യനെ കളയൂ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഒരു ചെറിയ സംശയം? ഇല്ല, സംശയമില്ല. ഇല്ല, കളയത്തില്ല. ഇല്ല, ചത്താലും കളയില്ല. ഇല്ല, സൗന്ദര്യത്തിന്റെ പുറകെ പോയി അങ്ങനെയൊന്നും കളയത്തില്ല. ഇനി അവൻ കളയോ? ഇല്ല, അങ്ങനെ അവൻ കളയത്തില്ല. ഇല്ല. അതിലൊരു ഉറപ്പുണ്ട്. അല്ല, ഈ ഇഷ്ടമാണെന്ന് ചോദിച്ചവനെ കളയുമോ? അതോ ഇഷ്ടമാണെന്ന് ചോദിച്ചവനെ കളയോ എന്നോ? ദുൽഖർ സൽമാനെ പോലെ കളയത്തില്ല, വിഷമാവത്തില്ല, അവിടെ നിക്കട്ടെ. ഓ, അങ്ങനെ അവിടെ നിൽക്കുന്നു, കമ്പനി അടിക്കാലോ. ഓ, അങ്ങനെ. അപ്പൊ കല്യാണം കഴിക്കുന്ന ഒരാള് കമ്പനി അടിക്കുന്ന വേറൊരാള്. അതെ. അപ്പൊ സൂക്ഷിച്ചോളുക, അനാർക്കലി ആരെങ്കിലും പോയി കമ്പനി അടിച്ച കല്യാണം കഴിക്കാൻ വേറെ ആളുണ്ട്, കമ്പനി മാത്രം. ഒരു പാട്ടായാലോ? നീ മറന്നോ പോയൊരു നാൾ, ഈരിലെ പോലെ നാം ഇരുപേരൊത്തു പള്ളിയിൽ ഒത്തുചേർന്നു, ഏറിയ നാളു പോയതല്ലേ. നീ മറന്നോ
കൽവിലിരുന്നു കിളിച്ചുണ്ടൻ മാമ്പഴമേ കിളി കൊത്താത്തേൻ പഴമേ കളിച്ചുണ്ടിൻ പുത്തിരി മുത്തായി ചുറ്റിയിൽ എന്നെ കാത്തുവച്ചു. സവാഷ് 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 സവാഷ്. ഇപ്പോഴും ഞാൻ ആ സീൻ ഓർക്കുകയാണ്. അതിലഭിനയിച്ച ആ കുട്ടി അല്ലേ, ആക്സിഡൻ്റ് ആയിപ്പോയി. ഇന്ന് നമ്മുടെ കൂടെ ഇല്ല, ഇന്ന് കഷ്ടമായിപ്പോയി. എങ്കിൽ ഈ പാട്ട്, വിദ്യാസാഗറിൻ്റെ ഈ പാട്ട് എന്നും എല്ലാവർക്കും, മലയാളികൾക്കെല്ലാം വളരെ ഇഷ്ടമുള്ള പാട്ടാണ് അല്ലേ. അപ്പോൾ ആളെ കണ്ടു കഴിഞ്ഞാൽ വളരെ മോഡേൺ ആയിട്ട് തോന്നും. പക്ഷെ പാടുന്ന പാട്ടെല്ലാം നാടൻ പാട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കിളിച്ചുണ്ടൻ മാമ്പഴത്തിലെ പാട്ട്, വളരെ പഴയ പാട്ടുകളൊക്കെ അറിയൂ? പിന്നെ ഏതൊക്കെ? ആ, വേറൊരു പാട്ട് പൂമരങ്ങൾ കൂട പിടിച്ചു വേളിമലയിൽ. അതിനെ കണ്ടിപ്പഴയത്, അതുക്കും പഴയത്. അതൊക്കെ എനിക്കങ്ങനെ വർഷങ്ങൾ അറിയത്തില്ല, എന്നാലും എന്നോട് ചോദിച്ചാൽ എനിക്ക് പഴയ പാട്ടുകൾ മിക്കതും അറിയാം. കദളി വാഴ കയ്യിലിരുന്ന് കക്കയിന്നു വിരുന്നു വിളിച്ചു വിരുന്നുകാരാ 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 വന്നട്ടെ. അപ്പൊ നമ്മള് വിചാരിച്ച പോലെ അല്ലേ അനാർക്കലി? തീരല്ല. ആ, ഞാൻ ഇതുപോലെ സത്യം പറയാണ്, ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകരും ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടായിരിക്കും. കാരണം നമ്മൾ അനാർക്കലിയുടെ ഫോട്ടോസ് കാണുമ്പോഴും ബാക്കി എന്താണ് ഇപ്പോൾ ഒരുപാട് സിനിമകളും ബാക്കി ഇതെല്ലാം കാണുമ്പോഴത്തേക്ക് എല്ലാവരും വിചാരിക്കുന്ന അനാർക്കലി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വേറൊരു നേച്ചറാണെന്നാണ്. പക്ഷേ ഇയാളൊരു തനി നാടൻ സംഭവമാണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. എൻ്റെ വാപ്പ ഭയങ്കരമായിട്ട് പഴയ പാട്ടുകൾ, പഴയ സിനിമകളിലെ CD സൂക്ഷിച്ചു വെക്കുക. നമ്മുടെ കാറിലൊക്കെ കയറിയ പഴയ പാട്ടുകൾ മാത്രമേ പ്ലേ ചെയ്യത്തുള്ളൂ. നമ്മുടെ കാറിൽ കയറിയ പുതിയ പാട്ടുകൾ കേൾക്കാനേ പറ്റത്തില്ല. ഞങ്ങളുടെ സ്പീക്കർ കൊണ്ടുവന്നിട്ട് കേട്ടാലേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര പഴയ പാട്ടുകൾ വാപ്പ പാടിക്കൊണ്ട് കിടക്കുകയും ഞങ്ങളെ പഠിപ്പിക്കുകയും ചെറുപ്പം മുതലേ പുതിയ പാട്ടുകളൊക്കെ തീരെ കേൾക്കാറില്ലാത്തൊരു ടൈപ്പായിരുന്നു. പേരെന്താണ്? നിയാസ് മരിക്കാർ. എന്തായാലും നിയാസിന് വലിയ കൈഡി കേട്ടോ. കാരണം വേറൊന്നുമല്ല, എക്സ്പെക്റ്റ് ചെയ്യാതെ ഞാൻ മോളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല മോൾ ഇത്രയും എന്താണ് ഭംഗിയായിട്ട് പാടും, ഇത്രയും നോളജബിൾ ആണെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. വെരി ഗുഡ്. താങ്ക് യു.